പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന ആരാധന 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 ദൈവമേ ആരാധിക്കുന്ന ദൈവമേ പരമപരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓ രക്ഷിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരമപരിശുദ്ധനായ കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ഈ ദിവസം ഈ സമയം വരെ നമ്മൾ ആരെപ്പറ്റി ചിന്തിച്ചിരുന്നോ? ആരുടെ നന്മ വിവരിച്ചുകൊണ്ടിരുന്നോ? നമ്മുടെ സ്തുതിയും ആരാധനയും നന്ദി പ്രകടനങ്ങളും ഒക്കെ ആർക്ക് സമർപ്പിച്ചിരുന്നോ? ആ കർത്താവാണ് നമ്മുടെ മധ്യേ ഇപ്പോൾ ആഗതനായിരിക്കുന്നത്. ഒരു സംശയവും ഇതിനെക്കുറിച്ച് വേണ്ട. അന്ന് മേരിയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ രൂപം കൊണ്ട ആ ഉണ്ണി യേശു ഇന്നും നമ്മുടെ അൾത്താരയിൽ നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ഈ സമയം നമ്മളിന്ന് ചിന്തിച്ചത് മുഴുവനും നമ്മളിന്ന് പ്രാർത്ഥിച്ചത് മുഴുവനും അവൻ്റെ തിരുമുമ്പിലുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മുടെ ഹൃദയ വികാരങ്ങൾ വിചാരങ്ങൾ പോലും അവിടുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ആ തിരുമുമ്പിൽ നമ്മൾ കാട്ടിക്കൂട്ടിയ ജീവിതത്തിൻ്റെ നിഷേധാത്മക വശങ്ങളൊക്കെ സംഭവിച്ചിട്ടും നമ്മെ വെറുക്കാതെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമായി ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് വരാൻ കാരണമായത്. രണ്ട് കരങ്ങളും ആ നാഥൻ്റെ മുമ്പിൽ നമുക്ക് കൂപ്പി പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ കൈകളിലേക്ക് സമ്പൂർണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാമോ? പകുതി പകുതിയായിട്ടല്ല. ഇന്നിപ്പോൾ ഇതൊക്കെ കേട്ടതിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കഷ്ടനഷ്ടങ്ങളെയും എന്നിൽ തിരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളെയും എന്തൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നിട്ട് പ്രയോജനകരമല്ലാതെ പോയോ? ഇന്ന് നമ്മൾ 2-3 പ്രാവശ്യം കേട്ടല്ലോ, ഇവനെ ഈ ജനത്തെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് ദൈവം പരിതപിച്ചു. എൻ്റെ ഈശോ എന്നെപ്പറ്റി അങ്ങനെ പരിതപിക്കുന്നുണ്ടോ? മനസ്സിനോട് ചോദിക്കൂ, അത് വ്യക്തമായി പറഞ്ഞു തരും. എന്നെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് എൻ്റെ ദൈവം കരയുന്നുണ്ടോ? ഇവനെ അല്ലെങ്കിൽ ഇവളെ ഞാൻ ഇത്രയൊക്കെ വരെ വളർത്തിയല്ലോ എന്നോർത്ത് ദൈവം കരയുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ തന്ന കൃപകള് വേറെ വ്യക്തികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ നിങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം എനിക്ക് നൽകുമായിരുന്നു എന്ന് ഈശോ സങ്കടപ്പെടുന്നുണ്ടോ? ബെത്സൈദ, നിനക്ക് ദുരിതം. നിന്നിൽ ഞാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സോദോമിലോ ഗൊമോറയിലോ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവ ഇന്ന് ചാക്കൊടുത്ത് ചാരം പൂശി
തപസ്സനുഷ്ഠിച്ച് പ്രായശ്ചിത്തം ചെയ്യുമായിരുന്നു എന്ന് ഈശോ എന്നെപ്പറ്റി സങ്കടത്തോടെ പറയുന്നുണ്ടോ? എൻ്റെ ദൈവമേ, കൃപകളിൽ എന്തുമാത്രം എനിക്ക് തന്നു, പക്ഷേ പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ. നിന്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ കടന്നുപോയി. തിരുമുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, പല വചനങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ഹൃദയത്തിൽ രൂപം കൊള്ളുന്നതാണ് അനുതാപം. ദൈവമേ, ഇങ്ങനെയൊന്നും ജീവിക്കാതെ നേരായ വിധം ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതെന്ന് മനസ്സ് നിരന്തരം പറയുന്നുണ്ട്. നമുക്കൊരു നിമിഷം സാധിക്കുന്നവർ മാത്രം നിങ്ങളുടെ നെറ്റിത്തടം നിലത്ത് മുട്ടുമാറ് ഈശോയുടെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യാമോ? എന്നിട്ട് നമുക്ക് ആ നെറ്റി നിലത്ത് മുട്ടിച്ചുകൊണ്ട് ഈ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനെന്ന പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലാമോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈശോയുടെ മുൻപിലാണെന്നുള്ള ബോധ്യത്തോടെ സാഷ്ടാംഗ പ്രണാമം ചെയ്യൂ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൻ്റെ തിരുഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കൂ. സന്തോഷവും ദുഃഖവും വിജയ പരാജയങ്ങളെല്ലാം ഹൃദയം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സാവധാനം നിവർന്ന് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് ഒരു പാട്ട് പാടി അവിടുത്തെ ആരാധിക്കാം. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് മുൻപിൽ നന്ദിയല്ലാതെ വേറെ എന്ത് ഞാൻ പറയും? ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് ജന്മം തന്ന, എന്നോട് കൺസൾട്ട് ചെയ്യാതെ തന്നെ
എൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത, എനിക്ക് ജനിക്കേണ്ട വീടും ഞാനായിരിക്കേണ്ട രൂപവും എനിക്കായി നിശ്ചയിച്ചു തന്ന നമ്മിൽ ഒത്തിരി പേർക്കും നമ്മുടെ പങ്കാളിയെ നമ്മോട് പോലും ചോദിക്കാതെ രൂപപ്പെടുത്തി നമുക്ക് ഭർത്താവായി ഭാര്യയായി തന്ന ദൈവം, നമുക്ക് കനിഞ്ഞു തന്ന നമ്മുടെ കൊച്ചു മക്കളെ സ്നേഹത്തോടെ ആ കരങ്ങളിൽ നിന്നും സ്വീകരിച്ച് ഇവയ്ക്കെല്ലാം വേണ്ടി ഇന്ന് വരെ എന്നെ കാത്തു പരിപാലിച്ച എൻ്റെ നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സ്വസ്ഥമായിരിക്കുന്നിടത്ത് നിന്ന് കരങ്ങളൊന്ന് ഉയർത്തി, നല്ല പോലെ ഉയർത്തി, ഈശോയ്ക്ക് തിരിയണം, കൈ പൊക്കിയിരിക്കുകയാണെന്നുള്ളത് ഒന്ന് ഉയർത്തി ഇതിനെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തുടങ്ങിയ ഉടനെ അങ്ങ് നിർത്തരുത്. എന്തോരം കൃപകളെ ഇന്ന് വരെ തന്നു. എല്ലാറ്റിനും ഈശോയ്ക്ക് നന്ദി പറയൂ, ഒരുമിച്ച് നന്ദി പറയൂ. എല്ലാവരും നല്ല സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ദൈവമേ, നീ വലിയവൻ, നല്ലവൻ, കാരുണ്യവാൻ, സ്തോത്രം കർത്താവിനെ സ്തോത്രം. ഹല്ലേലൂയ, 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 സ്തോത്രം കർത്താവിനെ. ദൈവമേ, നീ വലിയവൻ, നല്ലവൻ, കാരുണ്യവാൻ, ഓ സ്തോത്രം, സ്തോത്രം, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കരങ്ങളടിച്ച് പാടി നന്ദി പറയാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കരങ്ങളുയർത്തി വീശി ആരാധന, 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 യാഗന്ന ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഗന്ന ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മമ്രയുടെ
വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹോവ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹോവ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. എല്ലാ നന്മകളോട് അവിടെ നൽകി ഓരോ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുന്നു. ആരാധന 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 ആരാധന. യേശുവും ശിഷ്യരുമായി ചിലവഴിച്ച ഒരുമിച്ചുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം, തന്നെ തിരുശരീര രക്തങ്ങളായി അവർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ ഹൃദയം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന അതിമനോഹരമായ നിമിഷത്തിൽ ഈശോ ഒത്തിരി വേദന അനുഭവിച്ചെങ്കിലും അവൻ തൻ്റെ ശിഷ്യർക്കും തൻ്റെ മക്കൾക്കുമായി കൊടുത്ത ആ വിശുദ്ധ ബലിയിൽ, അത് കഴിഞ്ഞ് അവർക്കായി നൽകിയ ഉപദേശത്തിൽ അവൻ നമ്മോട് പറഞ്ഞ ഒരു വലിയ കൽപ്പനയുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാവുന്നതാ. കാരണം അത് ഓർത്തോർത്ത് ധ്യാനിച്ചിട്ട് ദിവസങ്ങൾ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അവിടുന്ന് പറഞ്ഞു, യൂദാസ് കൊടുത്ത വലിയ സങ്കടവും വേദനയും അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള ഒപ്പത്തിനുള്ള മക്കളെ ചേർത്തിരുത്തി ഈശോ പറഞ്ഞു, ഇപ്പോൾ നമ്മളോടും അവൻ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കൽപ്പന പാലിക്കണം. ഇതാ നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന തരുന്നു, ഒരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അതിലാണ് പുതുമയിരിക്കുന്നത്. അവർ ശരിക്കും കേട്ടു എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ അവൻ്റെ കൽപ്പന പാലിക്കണം. കൽപ്പന അവൻ തന്നെയാണ് നിശ്ചയിച്ചു തന്നത്. എൻ്റെ സഹോദരങ്ങളിൽ എൻ്റെ യേശുവിനെ കാണണം. അതുകൊണ്ടാണല്ലോ ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മെ വിധിക്കാനായി എഴുന്നള്ളി വരുമ്പോൾ 6 ചോദ്യങ്ങളെ നമ്മളോട് ചോദിക്കുള്ളൂ എന്ന് ഇപ്പോഴേ പറഞ്ഞു തന്നത്. 6 ചോദ്യങ്ങളും ശരിക്ക് പ്രാക്ടിക്കലായിട്ട് തെറ്റുവരാതെ ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ളത് തീർച്ചയാണ്. അവൻ നമ്മോട് വളരെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ വിശന്ന് നിങ്ങളുടെ അടുക്ക വരും, എനിക്ക് ഭക്ഷിക്കാൻ തരുമോ?
ഞാൻ ദാഹിച്ച് നിങ്ങളുടെ അടുക്കൽ വരും, എനിക്ക് കുടിക്കാൻ തരുമോ? ഞാൻ വസ്ത്രമില്ലാതെ വരും, എനിക്ക് വസ്ത്രം തരുമോ? പാർപ്പിടമില്ലാതെ വരും, തലചായ്ക്കാൻ ഇടം തരുമോ? രോഗിയായി വരും, എനിക്ക് ശുശ്രൂഷ തരുമോ? കാരാഗ്രഹത്തിൽ എന്നെ കണ്ടെത്തും, എന്നെ സ്നേഹിക്കുമോ? രണ്ട് കൂട്ടരും ഉടനടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, എപ്പോഴാണ് നീ വന്നത്? വിശക്കുന്നവനായി ദാഹിക്കുന്നവനായി വന്നത്, ഞങ്ങൾ നിനക്ക് തന്നത്, ഞങ്ങൾ നിനക്ക് തരാതിരുന്നത്? ഒട്ടും ആലോചിക്കാതെ തന്നെ ഈശോ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഈ എളിയവരിൽ ഒരാൾക്ക് നീ കൊടുത്തപ്പോൾ എനിക്കാണ് തന്നത്. ഈ എളിയവരിൽ ഒരാൾക്ക് നീ കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാണ് തരാതിരുന്നത്. അതുകൊണ്ട് നിങ്ങളെങ്കിലും എൻ്റെ ഈ വാഗ്ദാനം, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമോ? പ്രിയമുള്ളവരെ, ഇതിങ്ങനെ ആരോടെങ്കിലും ആലോചന ചോദിച്ച് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ല. ഇതേ ഉള്ളൂ യേശുവിൻ്റെ സ്നേഹം നമ്മിൽ പരിശോധിക്കാൻ അവൻ സ്വന്തമാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഇത്രയുമേ ഉള്ളൂ. ഈ രാത്രി പല ചിന്തകളോടും തീരുമാനങ്ങളോടും കൂടെ പോയി കിടന്നുറങ്ങുന്ന നിങ്ങളെ നേരം വെളുക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സ്വർഗീയ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് സമയം തീർന്നു, കർത്താവ് പറഞ്ഞിട്ട് ഞാൻ വന്നതാ, വരൂ, എൻ്റെ കൂടെ വരൂ എന്ന് വിളിച്ച് നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യങ്ങൾ തരാനായിട്ട് ഈശോ വന്നാൽ ജയിക്കോ മക്കളെ? ജയിക്കോ അതോ തോക്കോ? ആ തിരുവോസ്തിയിലേക്കൊന്ന് കണ്ണുറപ്പിച്ച് നിങ്ങളുടെ നേരെ ഏറ്റവും സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടെ നോക്കുന്ന യേശുവിൻ്റെ കണ്ണുകളൊന്ന് കാണാമോ? നിങ്ങൾ ഓരോരുത്തരോടും അവൻ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഇത് നിന്റെ അവസാന രാത്രിയാണെങ്കിൽ, ഇന്ന് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാൽ ഞാൻ നിരാശപ്പെടേണ്ടി വരുമോ മോനെ? ഞാൻ നിരാശപ്പെടേണ്ടി വരുമോ മോളെ? ഇന്ന് വരെയുള്ള തെറ്റുകൾക്കെല്ലാം ഞാൻ നിനക്ക് മാപ്പ് തരാൻ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. അതിനാണല്ലോ നിനക്ക് പാപമോചനത്തിന് അവസരം വച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നിന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന നിമിഷം എനിക്ക് നിന്നെ നഷ്ടപ്പെടരുത്. അതെൻ്റെ ഏറ്റവും വലിയ വേദനയായിരിക്കും. എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെടരുത്. തീരുമാനമെടുക്കൂ, ഈ നിമിഷം എടുക്കൂ. നിങ്ങൾ എന്നോട് വിശ്വസ്തത പാലിക്കൂ. നിങ്ങൾ എന്നെ തിരിച്ചറിയൂ. നിങ്ങൾ സന്തോഷത്തോടെ രണ്ട് കൈയും നീട്ടി ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരൂ. എൻ്റെ കൂടെ ദിവസം 1 മണിക്കൂർ ചിലവഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ ഉത്തരം കർത്താവിന് നമുക്ക് കൊടുക്കണം. അതൊരു തീരുമാനമായിരിക്കണം. അത് പാലിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ഒരു നിമിഷം നിശബ്ദമായി ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഈശോയും നിങ്ങളുമായിട്ടെടുക്കുന്ന ഈ തീരുമാനം അവിടത്തേക്ക് സമർപ്പിക്കൂ. 24 മണിക്കൂറിൽ ഒരു ദിവസം 1 മണിക്കൂർ ആ തിരുമുമ്പിലിരിക്കാൻ കണ്ടുപിടിക്കൂ. നിങ്ങൾ ആത്മതുല്യം സ്നേഹിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ അധികമാകൂ. എത്ര അടുത്തിരുന്നാലും കൊതി മാറൂ. ഈശോ നമുക്ക് വേണ്ടി മാത്രം വന്നവനാ. ആരും സ്നേഹിക്കാത്ത വിധം പ്രാണൻ തന്ന് സ്നേഹിച്ചവനാ. ഈ ആരാധനയുടെ അവസാന ഭാഗം നമ്മെ തന്നെ ഈശോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കൂ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഈശോയുടെ കയ്യിലേക്ക് സമർപ്പിക്കൂ. നമ്മളെങ്ങനെയാ ഒരു വ്യക്തിയുമായിട്ട് കൂട്ടാകുന്നത്? അത് ഏതുവിധ കൂട്ടുമായിക്കോട്ടെ, എവിടെയെങ്കിലും വെച്ച് ആ വ്യക്തിയെ കാണുന്നു, സംസാരം, നടപ്പ്, എടുപ്പ് നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണെന്നും മറ്റും അറിയില്ല, എന്നാലും അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരമൊക്കെ ആ തിരക്കിനിടയ്ക്ക് സംസാരിക്കാൻ നോക്കി. പിരിയുന്നതിന് മുമ്പ് പേര് ചോദിച്ചു, വീട് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു, ഫോൺ നമ്പർ ചോദിച്ചു.
പിന്നെ ഒരിക്കൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരിടത്ത് അങ്ങേര് വന്നപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി. കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പം നമ്മൾ ബലമായിട്ടെന്ന് പറഞ്ഞോണം അങ്ങേരുടെ വീട്ടിൽ കൊണ്ടുപോയി സ്നേഹം വളർത്താൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അത് മാതാപിതാക്കൾ പിടിച്ച് തല്ല് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാചകമില്ലേ ചില സ്നേഹങ്ങളിൽ, ഇനിയിപ്പം ഞങ്ങൾക്ക് പിരിയാൻ മേലാതെ ആയിപ്പോയി. ഈശോയുമായിട്ടുള്ള സ്നേഹത്തിനും ഇതിലെ ചില പടികളിലൂടെ കടന്നേ പറ്റൂ. അവനെ കണ്ടുമുട്ടുക, അവനോട് എല്ലാ വിശേഷങ്ങളും പറയുക. ഈശോയുടെ നമ്പർ ആവശ്യമുള്ളവർ ബൈബിള് തിരക്കിയാൽ മതിയെന്നാണ് പറയുന്നത്. അതിൽ നമ്പറുണ്ടത്രേ. അപ്പോൾ ആ കർത്താവിനോട് എല്ലാ വിശേഷങ്ങളും പറയാൻ ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനെയോ ഒരു കൂട്ടുകാരി മറ്റൊരു കൂട്ടുകാരിയോ ഒക്കെ സ്വന്തമാക്കുന്ന പോലെ ഈശോയുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്ത് എല്ലാ വിശേഷങ്ങളും ഏറ്റവും സന്തോഷത്തോടെ അവനുമായി പങ്കുവയ്ക്കുക. അവൻ എൻ്റെ നന്മയ്ക്കായി തരുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി തരുന്നതൊക്കെയും പിറുപിറുപ്പ് കൂടാതെ സ്വീകരിച്ച് നന്ദി പറയൂ. ബാക്കി താനെ പഠിക്കും. സ്നേഹിക്കാൻ ആരെങ്കിലും ട്യൂഷൻ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ പെർഫെക്റ്റ് ആകാൻ നോക്കൂ. സ്നേഹിച്ച് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ പറ്റും. ഈ ദിവസം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു തീരുമാനമെടുക്കുന്ന ദിവസമാകട്ടെ. കർത്താവേ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. ഓരോ ദിവസവും രാത്രി എൻ്റെ അന്നത്തെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഈശോയ്ക്ക് പ്രത്യേകം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങൾ നമുക്ക് നിരത്താൻ പറ്റണം. ഈശോയെ സ്നേഹിച്ചാലേ മുതലുള്ളൂ. ഈ ലോകത്തിലും പരലോകത്തിലും അവനെ കൂട്ടുള്ളൂ. അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു പരീക്ഷയിലും നമ്മൾ ഫെയിലാകില്ല. അവസാനം എല്ലാ വിശുദ്ധരോടും കൂടെ അവനെ സ്തുതിക്കാൻ ദൈവം നമുക്ക് അവസരം തരും. ഇന്നോളം ജീവിച്ചിട്ട് നമ്മോട് ഏറ്റവും അടുത്ത് പെരുമാറിയ ചിലരെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫ്രണ്ടായിട്ട് പറയില്ലേ? അവൻ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാ, അവൾ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാ. ഒരുപാട് കൂട്ടുകാരുണ്ട്, പക്ഷേ ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഇതുപോലെ വിശുദ്ധരായ ചിലർ സാക്ഷിക്കുന്നുണ്ട്. യേശുവിനെ സ്നേഹിച്ച് വീരോചിതമായി സ്നേഹിച്ച് യേശുവിന് വേണ്ടിയിട്ട് അവനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നവർക്ക് ഈ ലോകത്ത് ഈശോയെ സ്നേഹിച്ച് വിശുദ്ധരായി തീർന്ന ആ ഏതാനും പേരെയൊക്കെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ അവരെ പ്രത്യേക സ്നേഹിതരാക്കാൻ പറ്റും. ഇത് വായിച്ച നാൾ തുടങ്ങി വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ ചിലരുടെയൊക്കെ ആ സ്നേഹം കൊണ്ടുള്ള എടുത്തുചാട്ടവും കുസൃതികളും വായിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെപ്പോലെ ഒരു വിശുദ്ധനാകണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ചില പ്രത്യേക കൂട്ടുകാർ ഈ ലോകത്ത് സൂക്ഷിക്കുന്നത് പോലെ തമ്പുരാൻ്റെ അടുക്കലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞാനിതറിഞ്ഞിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. എനിക്ക് 5 ചേച്ചിമാരുണ്ട് അവിടെ, പ്രത്യേക സ്വാധീനമുള്ള. എന്തൊരാവശ്യം വരുമ്പോഴും ഏതൊരു കാര്യത്തിൽ എനിക്ക് ജയിക്കണമെന്ന് വാശി കയറുമ്പോഴും ഒരു തെറ്റായ വഴിയിൽ നിന്ന് മാറാൻ എളുപ്പമല്ലെന്ന് മനസ്സിലാക്കുമ്പോഴും എളുപ്പത്തിൽ വിളിക്കാൻ ഞാൻ അവരെ 5 ചേച്ചിമാരേന്നൊരു വിളിക്കും. സംഗതി നടന്നിരിക്കും. അതെത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അവരൊന്നിച്ചുകൂടി വഴികൾ കാണിച്ചു തരും, പറഞ്ഞു തരും. ഞാൻ പറഞ്ഞതൊരു തമാശ എടുക്കരുത്, വളരെ ഗൗരവമുള്ളൊരു കാര്യം. ചിലരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ, അവരുടെ ചെറുകഥകളായിട്ട് ജീവിതം മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു വല്ലാത്ത സ്വസ്ഥതയും സന്തോഷവും കിട്ടും. അങ്ങനെയുള്ള കുറേ പ്രത്യേക കൂട്ടുകാരെ കണ്ടുപിടിക്കാമോ സ്വർഗത്തിലും? ഈ ലോകത്ത് അങ്ങനെ കൂട്ടുകാർ നമ്മളെ എത്ര സഹായിച്ചു. സ്വർഗത്തിലും നമുക്ക് അങ്ങനത്തെ അയൽവാസികൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അവരുടെയും കൂടെ സഹായം, കാവൽമലാഖയുടെ സഹായം, പേരിന് കാരണമായ വിശുദ്ധരുടെ സഹായം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാകും. ചെയ്യേണ്ടത് ഓർമ്മപ്പെടുത്തും, സഹായത്തിന് ഒരു കൈ തരും. അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ പരാജയപ്പെടാതെ മുന്നേറാൻ നമ്മെ സഹായിക്കും.
ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആരാധനയിൽ വ്യക്തിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും കർത്താവിനോട് പറയാനുണ്ടോ? പറഞ്ഞോളൂ. എന്തെങ്കിലും തരത്തിൽ ആ സ്നേഹത്തിന് വലിയ ഒരു വേദന വരുത്തിയെന്ന് തോന്നുന്നുണ്ടോ? മാപ്പ് ചോദിക്കൂ. നിങ്ങളുടെ തീരുമാനം കർത്താവിന് സമർപ്പിക്കൂ. ഇന്ന് സമർപ്പിച്ചു, നാളെ ജീവിച്ചു, മറ്റന്നാൾ ഉപേക്ഷിച്ചു, പിറ്റേ ദിവസം മുതൽ ഈശോയ്ക്ക് ഹൃദയവേദന തുടങ്ങി. അങ്ങനെയാകരുത്. ഈശോയെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ഇന്ന കാര്യത്തിൽ ക്ഷമിക്കും, ഞാൻ ഇന്ന കൂട്ടുകാരിയോട് ഇന്ന രീതിയിൽ, അങ്ങനെയുള്ള നമ്മുടെ ആ കൊച്ചു കാര്യങ്ങൾ മതി, തീരുമാനങ്ങൾ. ഒറ്റ തീരുമാനമെങ്കിലും ഈശോയെ സ്നേഹിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമാറ് ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ലേ? തീരുമാനത്തിൻ്റെ കട്ടി കൂടുന്തോറും സ്നേഹത്തിൻ്റെ ശക്തിയാണ് വർദ്ധിക്കുന്നത്. ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങൾ സുഖമുള്ളവരൊന്നും മുട്ടിന്മേൽ നിന്ന് തിരുവോസ്തിയിലേക്ക് കണ്ണിവയ്ക്കാതെ നോക്കി അതിൽ വസിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തീരുമാനം സമർപ്പിച്ചേ. 2-3 മിനിറ്റ് നമുക്ക് സ്വന്തമായിട്ടെടുക്കാം. അവനോട് മനസ്സിൽ വ്യക്തിപരമായി സംസാരിക്കൂ. കൃപകൾക്കൊക്കെ നന്ദി പറഞ്ഞ്, തെറ്റായി പോയതിനൊക്കെ മാപ്പ് ചോദിച്ച്, അങ്ങയെ സ്നേഹിക്കുമെന്നും സ്നേഹത്തിൻ്റെ ലക്ഷണമായി ഈ തീരുമാനം പാലിക്കുമെന്നും ഈശോയ്ക്കൊരു വാക്ക് കൊടുത്താൽ തിരിച്ചു ചെന്ന് കട്ടിലയിൽ കിടക്കാനൊരുങ്ങുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. അതിലെ പരാജയങ്ങളും വിജയങ്ങളും മനസ്സിലാക്കി ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. 1-2 നിമിഷം നിശബ്ദതയിൽ അവനെ നോക്കിയിരിക്കാം. നിങ്ങൾക്ക് അവനോട് ഏറ്റവും സ്നേഹം തോന്നുമ്പോൾ ഏത് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നോ എല്ലാ പാട്ടും കൂടെ ഒന്നിച്ച് തുടങ്ങരുത്. അതിലെ ഒരു പാട്ട് പാട്ടുകാരോടൊത്ത് നമുക്ക് പാടി ഈ സമയത്തിന് നന്ദി പറയാം, കൃപയ്ക്ക് നന്ദി പറയാം. അവനായി ജീവിക്കണമെന്നുള്ള ആശ നമുക്ക് അവന് സമർപ്പിക്കാം. ഒരു നിമിഷം അവനെ നോക്കിയിരുന്നിട്ട് നമുക്കൊന്നിച്ചൊരു പാട്ട് പാടാം. സ്നേഹമാണ് 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 യേശു, എൻ സ്നേഹമാണ് 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 യേശു, തൻ സ്നേഹമെന്നിൽ തന്നു, ആ സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. തൻ സ്നേഹമെന്നിൽ തന്നു, ആ സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ
മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ മറ്റാരുമില്ല. കരങ്ങളുയർത്തി നമുക്ക് എല്ലാവർക്കും കൂടെ സർവശക്തിയോടെ ഈശോയെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം. കരങ്ങളുയർത്തി യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് സൗഖ്യം വിടുതൽ നൽകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്